പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയായി കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ രോഗികൾ, പീഡിതരെ, മാനസിക സംഘർഷം അനുഭവിക്കുന്നവരെ, ഡിപ്രഷൻ അനുഭവിക്കുന്നവരെ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തി നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ എനിക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പുനരുദ്ധാന ദിനങ്ങളിലൂടെ ആണ് കടന്നു പോകുന്നത്. പുനരുദ്ധാനത്തിൻ്റെ സന്ദേശത്തെക്കുറിച്ച്, അതിൻ്റെ പ്രായോഗിക പരതയെക്കുറിച്ചും അതിൻ്റെ പ്രേക്ഷിത സാങ്കത്യത്തെക്കുറിച്ചും നമുക്ക് വളരെ ലളിതമായ ധാരണ വേണം. അങ്ങനെ വന്ന് നമ്മുടെ ആധ്യാത്മിക വളർച്ചയ്ക്ക് അത് ഉപകരിക്കും. ഞാൻ എന്താ പറയണമെന്നറിയാമോ? ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ മനോഹരമായ ഒരു പ്രതിപാദ്യമുണ്ട്. അത് ഉദാഹരണത്തിന്, ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ആ ദിവസം മേരി മാഗ്ഡലിനാണ് കർത്താവിൻ്റെ കല്ലറയിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ ശൂന്യമായ കല്ലറ കണ്ടു. അവിടെ ഒരു സ്വർഗീയ ദൂതൻ അവളോട് പറഞ്ഞു, കർത്താവ് ഇവിടെ ഇല്ല, കർത്താവ് അരുളിച്ചതുപോലെ ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞു. അവിടെ ആ വിവരം
അറിയിക്കാൻ തിരിഞ്ഞടക്കുമ്പോൾ ഈശോയുടെ മുഖത്തേക്കാണ് അവൾ തിരിയണത്. അപ്പോൾ ഈശോ പറയും, നീ ചെന്ന് എന്നെ കണ്ട കാര്യം നമ്മുടെ സഹോദരങ്ങളോട് പറയാൻ പറയും. അത് മർക്കോസിന്റെ സുവിശേഷം 16:10 അവൾ ചെന്ന് അവനോട് കൂടെ ഉണ്ടായിരുന്നവരെ വിവരമറിയിച്ചു. ഓക്കെ അല്ലേ? അത് അപ്പോൾ ആ മെസ്സേജ് പാസ് ചെയ്ത് ഇനി അതിനടുത്ത ദിവസം 2 ശിഷ്യന്മാർ, മിക്കവാറും ക്ലയഫസാണ്, അവർ തിരിച്ച് ബെമ്മാവസ്ഥയിലേക്ക് പോകുന്ന വഴിക്ക് കർത്താവ് വേറൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെടും. അവൻ എന്താണ് ചെയ്തതെന്ന് നോക്കിക്കേ. കർത്താവ് പ്രത്യക്ഷപ്പെട്ട ആ ആൾക്കാർ എന്താണ് ചെയ്തതെന്നാണ്, അടുത്ത നടപടി എന്താണെന്നാണ് പറയണത്. അവരെന്താ ചെയ്തത്? 16:13 വായിച്ചേ. അവർ പോയി, ആ 2 ശിഷ്യന്മാർ പോയി ബാക്കിയുള്ളവരെ വിവരമറിയിച്ചു. അവരെയും അവർ വിശ്വസിച്ചില്ല. പറഞ്ഞു വിശ്വസിച്ചില്ല. പക്ഷെ ഇനി വേറെ രസം വെച്ചാൽ അവസാനം ഇവരെല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ വീണ്ടും ഈശോ 11 പേർക്കുമായിട്ട് പ്രത്യക്ഷപ്പെടും. അപ്പോൾ ആ 11 പേരോട് ഈശോ നിർദ്ദേശിക്കണത് എന്താ? ഇതെല്ലാം സെയിം ആണെന്ന് പറയുകയാണ് ഞാൻ. 16:15 വയസ്സ് അവൻ ഈശോ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അപ്പൊ പുനരുത്ഥാനത്തെ സന്ദേശം മേരി മാഡലിനോടായാലും എമ്മാവൂസിലെ ശിഷ്യന്മാരോടായാലും 11 ശിഷ്യന്മാരോടായാലും യേശുവിന് ഒരു സന്ദേശമേ ഉള്ളൂ. എന്താണ്? ഈ മെസ്സേജ് പാസ് ചെയ്യണം. അതാണ് ഈ മെസ്സേജ്, ഈ സന്ദേശം കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതായത് ഈ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 2-3 അർത്ഥങ്ങൾ ഇനി വരാൻ പോകുന്നത് മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ. എന്താണ്? ഇനി എന്തെല്ലാം തരം കഷ്ടങ്ങൾ ഉണ്ടായാലും, അതെല്ലാം നമ്മൾ സഹിക്കേണ്ടി വന്നാലും അതിനെ നമ്മൾ അതിജീവിക്കും എന്നുള്ള ആവേശോജ്വലമായ സന്ദേശമാണ് പുനരുത്ഥാന സഹനത്തിൽ നിന്ന്. അതാണ് അവരോട് പറയണത്. മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കരയേറേണ്ടത് ആവശ്യമായിരുന്നില്ലേ? ലൂക്കാസ് സുവിശേഷം 24:26. ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? അതായത് ഈ മഹത്വത്തിലേക്കാണ് ഇത് കഴിച്ചുകൊണ്ട് നിൽക്കുന്നത്. പക്ഷെ മഹത്വത്തിൻ്റെ സമയത്ത് നമ്മൾ ഈ സഹനം മറന്നുപോകും. അതാണ് എൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ കൺഫ്രണ്ട് ചെയ്യണതാണ്. പുനരുത്ഥാനത്തെ അഭിമുഖീകരിക്കുന്ന ഓരോരുത്തരും, ആ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും അവരുടെ പ്രഥമ ജോലി എന്താണ്? അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, മറ്റുള്ളവരോട് അറിയിക്കുകയാണ്. എന്നാൽ മാത്രമേ ഒരു ക്രിസ്ത്യനായിട്ട് ദൈവം അംഗീകരിക്കത്തുള്ളൂ. ഞാൻ പലപ്പോഴും മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഗതികേട്, ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പരാജയം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, വിശ്വാസം കൈമാറ്റം ചെയ്യാത്തതാണ്. നമ്മൾ 10-40 കൊല്ലമായി 20 കൊല്ലമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വിശ്വാസം മറ്റുള്ളവർക്ക് കൈമാറുന്നില്ലല്ല. നമുക്ക് പേടിയാണ്, അല്ലെങ്കിൽ കുറച്ചിലാണ്. അങ്ങനെ അതുകൊണ്ട് പല കാര്യങ്ങളുണ്ട് കർത്താവിന് നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. കർത്താവ് ഒഴിവാക്കണം ധാരണത്തിന്. അപ്പം അങ്ങനെ വരരുത്. നിങ്ങൾക്ക് ആവേശോജ്വലമായി പറയാൻ കഴിയണം, കർത്താവിനെ ഞാൻ കൈമാറിയിട്ടുള്ളത്. നിങ്ങൾ ടി വിയിലൊക്കെ ഇരുന്ന് കാണുകയും തർക്കിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ, അവരുന്നയിക്കുന്ന വിഷയങ്ങളുണ്ടായില്ലേ, അവർ പല ക്രിസ്ത്യാനികൾ എന്ന പേരിൽ അവർ പല ആശയങ്ങളെ ഉന്നയിക്കുന്നത് കാണാം. അതൊന്നും പലപ്പോഴും ക്രിസ്ത്യനായിരിക്കണം നിർബന്ധമില്ല. ഞാനിതുകൊണ്ടാണ് പല കാര്യങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാത്തത്. എനിക്ക് വേണമെങ്കിൽ അഭിപ്രായം പറയാം. കേരളത്തിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കും അഭിപ്രായം പറയാത്തത് എന്തുകൊണ്ടാണ്? പലപ്പോഴും അഭിപ്രായം പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവിന് നിരക്കുന്നതാണോ അല്ലയോ എന്ന് പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. കാര്യം എന്താണ്? പരിശുദ്ധാത്മാവിലൂടെയാണ് ശുശ്രൂഷ നയിക്കപ്പെടുന്ന. കാരണം പരിശുദ്ധാത്മ നിരക്കാത്ത നിലപാടുകൾ എടുത്തു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നിലക്കും, നിർവീര്യമായി പോകും. ഉടമ്പടിക്കാരും ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാര്യം നമ്മളെ ദൈവം രക്ഷിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആരും രക്ഷിച്ചിട്ട് വലിയ കഥയൊന്നുമില്ല. അതെപ്പോഴും ഓർക്കണം. ദൈവം രക്ഷിക്കണം. കാര്യം നമ്മൾ വെടിപ്പും മെനയുമായിട്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ നിറവേറ്റിക്കൊണ്ട് ഉടമ്പടിയിൽ അങ്ങ് ജീവിക്കുക. എന്നൊക്കെറിയാമല്ലോ, ഉടമ്പടിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു വചനം വായിച്ചു. അതായത് 14:9 തോബീസ് എന്ന് പറയുന്ന അപ്പൻ തോബിയാസ് എന്ന് പറഞ്ഞ മകനെ
ഒരു സ്ഥലത്തേക്ക്, അതായത് ഡിയാസ്പ്ര, അതായത് അവർ യുദ്ധത്തിൽ പലായനം ചെയ്യണ സമയത്ത് ഈ തോബിത്തെന്ന് പറയുന്ന ആൾ 10 താലന്ത് വെള്ളി ഒരു സ്ഥലത്ത് മറവ് ചെയ്യാൻ കൊടുത്തു. തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കാമെന്ന്. അപ്പം അത് വാങ്ങിക്കാൻ വിടുന്ന രംഗങ്ങളാണ് ഈ തോബിത്തിൻ്റെ പുസ്തകത്തിലുള്ളത്. മനോഹരമായൊരു പുസ്തകമാണ്, നിങ്ങൾ വായിക്കണേ. അതൊരു കവനൻ്റ് ലൈഫിൻ്റെ നിമ്നോന്നതങ്ങളും ഉഷ്ണ വസന്ത ശീതോഷ്ണ കാലാവസ്ഥകളും എല്ലാം കറക്റ്റായിട്ട് കാണിക്കുന്ന, അതായത് ഉടമ്പടി ജീവിതത്തിൻ്റെ എല്ലാ കാലാവസ്ഥയും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നൊരു പുസ്തകമാണ് തോബിത്തിൻ്റെ പുസ്തകം. ഞാനത് ഉടമ്പടി പുസ്തകമാണെന്ന് പറയാൻ കാര്യം, തോബിത്തിൻ്റെ പുസ്തകം ഉടമ്പടി പുസ്തകമാണെന്ന് പറയാൻ കാര്യം അതിൻ്റെ 14:9 വായിച്ചോളൂ. നിനക്ക് ശുഭം ഭവിക്കാൻ, ഇത് പറഞ്ഞ നിനക്ക് ശുഭം ഭവിക്കാൻ നിയമവും പ്രമാണങ്ങളും പാലിക്കുകയും നീതിയോടും കരുണയോടും കൂടെ വർത്തിക്കുകയും ചെയ്യുക. അപ്പൊ പെരുമാറ്റം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അതിൻ്റെ അകത്ത്. അപ്പം ഈ ഡ്രൈ കവനൻ്റ് എന്ന് പറഞ്ഞ കാര്യം, നിങ്ങളിങ്ങനെ പത്രം കൊടുത്ത് കുറേ രോഗികളെയും പോയി കണ്ടുവച്ചും പെരുമാറ്റത്തിൽ അത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഡ്രൈ കവനൻ്റ് ആയിപ്പോവും. പെരുമാറ്റത്തിൽ അത് വരണമെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ നയിക്കേണ്ടത്? ദൈവസ്നേഹമായിരിക്കണം. സ്നേഹമാണ് വായിച്ചോളൂ, അതാണ് സ്നേഹമാണ് ഈ കരുണയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ ദൈവസ്നേഹം വളരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ ഫലങ്ങളായിട്ടാണ് കരുണ. ശരിക്കും നമ്മൾ കരുണയെ അങ്ങനെ നേരിട്ട് കരുണയെ നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ട് കഥയില്ല. കാര്യം അത് ഇപ്പോൾ ഒരു പേരമരത്തിൽ ഒരു കായ ഉണ്ടാകുമ്പോൾ അതുപോലെ തന്നെ ഒരു ഫലമാണ് കരുണയെന്ന് പറയണത്. കരുണ ഒരു ഫലമാണ്. അതുപോലെ തന്നെ, പക്ഷേ എന്തിലാണ് ഉണ്ടായിരിക്കണത്? അത് സ്നേഹത്തിലാണ് അത് ഉണ്ടാകണത്. അപ്പോൾ നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? ദൈവസ്നേഹത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന രോഗികളെ നിങ്ങൾ പോയി കാണുന്നു. അപ്പോൾ നിങ്ങൾ ആ രോഗികളെ കാണുമ്പോഴേ വേറെ ഒരു കാര്യവും നിങ്ങളെ സ്വാധീനിക്കരുത്. അയാൾ നമ്മുടെ ബന്ധുവാണ്, അയാൾ സുഖപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു നന്ദി നമ്മളോട് കാണിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബന്ധുക്കളൊക്കെ പോയി കാണരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. നിങ്ങൾക്ക് പ്രൈവറ്റ് അജണ്ടകളുണ്ട് നിങ്ങളുടെ പല പ്രവർത്തനങ്ങളിൽ, അത് ഡ്രൈ കവനൻ്റെ ഭാഗമാണ്. അതായത് നമ്മളെ സഹായിക്കുന്നവർ നമ്മളെ ഈ ജന്മത്തിൽ നമ്മളവരെ കാണുന്നില്ലെന്ന് തന്നെ വിചാരിക്കണം. കാര്യം എന്താണ്? അവരല്ല നമ്മളുടെ റെഫറൻസ് പോയിൻ്റ്. ആരാണ്? ദൈവസ്നേഹമാണ്, ദൈവമാണ് എൻ്റെ വിഷയം. അവരും നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലേക്ക് കവനൻ്റ് നിങ്ങൾ ഈ ചില പക്ഷികളുടെ വീട്ടിൽ വളർത്താൻ ഉദ്ദേശിക്കുന്ന പക്ഷികളെ നമ്മൾ ചിറക് മുറിക്കത്തില്ലേ, അതുപോലെ നിങ്ങളുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടി ഉടമ്പടിയെ നിങ്ങളുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളുടെ രീതി അനുസരിച്ച് അതിൻ്റെ ചിറക് മുറിച്ച് കളയും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വലിയ ഈ ചിറക് മുറിച്ച പക്ഷി അധികം പറക്കത്തില്ലല്ല. പറക്കേണ്ട പക്ഷി തത്തിക്കളിക്കാവുള്ളൂ. നിങ്ങളുടെ പല ഉടമ്പടിയും തത്തിക്കളിക്കുന്നതിൻ്റെ കാരണം നിങ്ങളിതിൻ്റെ ചിറക് മുറിച്ചിട്ടിരിക്കുകയും. ചിറകെന്താ മുറിച്ചിരിക്കുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ദൈവത്തെ ഇത് മുഴുവൻ അവൻ പറയണ പോലെ ചൊല്ലുകയല്ലേ, ചെയ്യുകയല്ലേ. ചെയ്യുന്ന കാര്യത്തിൽ നല്ല കടുത്ത ദൈവസ്നേഹം ഉണ്ടാകണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ കടുത്ത ദൈവസ്നേഹത്തോടെ ഉടമ്പടി ജീവിക്കുവാൻ എനിക്ക് പ്രത്യേക അഭിഷേകം തരണമേ. ഈ ദൈവസ്നേഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് പറഞ്ഞാൽ, അതായത് നമ്മൾ ഈ കൈ കൊടുത്തിരിക്കുന്ന കക്ഷി ഒന്നും മുതലാകാത്ത കക്ഷിയാണ്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ദൈവമായിട്ടുള്ള ഇടപാടായത് കാരണം ദൈവത്തിനാണെങ്കിൽ ഒന്നും മുതലാകത്തില്ല. നമ്മൾ തലകുത്തി നിന്നാലും ദൈവം അത് സാധാരണ കാര്യമേ ഉള്ളതെന്ന് പറഞ്ഞിട്ട് തിരുത്തി കളിക്കളയും. ഇത് ഭയങ്കര സീരിയസ് കാര്യത്തിൽ ദൈവം ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഇൻവെസ്റ്റ്മെൻ്റാണ്. എന്താണ്? തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം. യോഹന്നാൻ 3:16 എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഇതാണ് റേഞ്ച് ഓഫ് ലവ് എന്ന് പറഞ്ഞത്. ദൈവത്തിന്റെ റേഞ്ച് അതാണ്. ദൈവം ഇതിൻ്റെ തിനി ഒന്നും ദൈവത്തിൻ്റെ കയ്യിലില്ലാത്ത രീതിയിലാണ് ദൈവം സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും വലിയ സ്വത്ത് നിധി എന്താണ്? തൻ്റെ ഏകജാതനാണ്. തൻ്റെ ഏകജാതൻ നയിച്ചതാണ് കുരിശിലെ ബലിയും പാപത്തിന് പരിഹാരവും നമ്മളുടെ നിത്യതയ്ക്കുള്ള നമ്മുടെ വീണ്ടെടുപ്പും. ഈ ഒരു കോൺസെപ്റ്റ് നമ്മളെ എപ്പോഴും തലച്ചോറിനെ ഇങ്ങനെ തീ കത്തിക്കണം. എന്താണ്? ദൈവം തൻ്റെ ഏകജാതനെ
ദൈവം തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം എന്നെ സ്നേഹിച്ചു. അതിനാൽ ഞാനും എല്ലാത്തിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്യണം. കർത്താവേ, ഉടമ്പടി എടുത്ത് അതിനായി പരിശ്രമിക്കുന്ന എന്റെ മേൽ അങ്ങയുടെ അനവധിയായ വാത്സല്യത്തെ ഇറക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ എന്തുകൊണ്ടാണ് ഇത്രയും വളരെ നിശ്ചിതമായ രീതിയിൽ, ഒത്തുതീർപ്പില്ലാത്ത രീതിയിൽ വിശേഷവിഹിതമായി സംസാരിക്കണം? അപ്പം നിങ്ങൾ ഓർക്കും ഇത് നോൺ പ്രാക്ടിക്കൽ ആണല്ലോ എന്ന് ഓർക്കും. ഒരു ഏറ്റവും ഈസിയായിട്ട് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞത്? എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ വോളിയം ഓഫ് ലവ്, ദൈവത്തെ സ്നേഹിക്കുന്ന കാര്യത്തിന് ഫസ്റ്റ് റെഫറൻസ് വരണം. നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ ഉദ്ദേശം നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന നിയോഗങ്ങൾ നിറവേറുക എന്നല്ല. അതിനെക്കുറിച്ച് നിങ്ങൾ ബോധറാകരുത്. അത് ഓൾറെഡി നമ്മൾ മാതാവിൻ്റെ മുമ്പിൽ ഏൽപ്പിച്ച് കഴിഞ്ഞു ഓൾറെഡി. ഇനി നമ്മുടെ സബ്ജക്റ്റ് അല്ലത്. നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ നിലവാരത്തിൽ നിന്ന് ദൈവസ്നേഹത്തിൻ്റെ ഉന്നതമായ സ്റ്റെപ്പുകളിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കണം. അത് വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ 13:5 വായിച്ച്, 1 Corinthians 13:5, 13:6, 13:7 വായിച്ചു. 1 Corinthians 13:5 മുതലുള്ള തിരുവചനങ്ങൾ. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു, സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു. ലോകത്തിലെ ഒരു സാഹിത്യത്തിൽ പോലും ഈ ഭൂമിയിൽ പുലരേണ്ട ഈ ദൈവസ്നേഹത്തെക്കുറിച്ച് ഇത്രയും സ്കാൻ ചെയ്തിട്ടുള്ള ഉത്തമമായിട്ടുള്ള ഒരു വെളിപാട് കാണത്തില്ല. എന്താണ് അവസാനം പറയണത്? സ്നേഹം സകലത്തെയും അതിജീവിക്കുന്നുവെന്നാണ്. അപ്പം എനിക്ക് തോന്നുന്നത് നിങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് പല കാര്യങ്ങളെ അതിജീവിക്കാൻ കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾ ആ ലവ് ലെവലിലായെന്നറിയണം. പല കാര്യങ്ങളെ അതിജീവിക്കാൻ കഴിയുമ്പോൾ ജീവിതത്തിൽ അതിജീവിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ദൈവം തരും. അത് നിങ്ങളുടെ ലവ് ലെവൽ അറിയാൻ വേണ്ടിയാണ്. അല്ലാതെ ദൈവം നിങ്ങളെ സങ്കടപ്പെടുത്താനോ വിഷമിക്കാനോ അല്ല. ഉടമ്പടിയിലാണെങ്കിൽ പോലും ചില സമയത്ത് ചില ഡോസ് തരും. നിങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും. പക്ഷേ അത് നിങ്ങൾ ഓർക്കുക, എന്താണ്? അത് നിങ്ങളെ വിഷമിപ്പിക്കാനല്ല, നിങ്ങളുടെ ലവ് ലെവല് കൗണ്ട് ചെയ്യാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ തോബിത്ത് പോകണല്ലേ, തോബിത്ത് പറഞ്ഞിട്ട് തോബിയാസ് പൈസ വാങ്ങിക്കാൻ വേണ്ടി, വെള്ളി മേടിക്കാൻ വേണ്ടി പോകണ വഴിക്ക് എന്നാ പറ്റും? ടൈഗ്രീസ് നദിയിൽ ഇറങ്ങി കുളിക്കും. നോക്കിയേ, ഇപ്പോൾ വഴിക്ക് പോവുകയാണ്, പോണ വഴിക്ക് ഉണ്ടാകുന്ന ഇൻഡാസ് കണ്ടില്ലേ? നോക്കി വായിച്ചേ. തോബിത്ത് 6:1 മുതലുള്ള തിരുവചനങ്ങൾ. തോബിത്ത് 6-1 മുതലുള്ള തിരുവചനങ്ങൾ. അവർ യാത്ര ചെയ്ത് വൈകുന്നേരം ടൈഗ്രീസ് നദിയുടെ തീരത്തെത്തി അവിടെ താമസിച്ചു. തോബിയാസ് കുളിക്കാൻ നദിയിലിറങ്ങി. അപ്പോൾ ഒരു മത്സ്യം മുകളിലേക്ക് ചാടി. അത് അവനെ വിഴുങ്ങിക്കളയുമായിരുന്നു. അപ്പൊ ചില്ലറ മത്സ്യമല്ല കേട്ടോ, 10-70 കിലോ തൂക്കമുള്ള ആളാണ് തോബിയാസ്. അപ്പം അവനെ വിഴുങ്ങണമെങ്കിൽ ഒരു 100 കിലോ തൂക്കമുള്ള മത്സ്യമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ തൂക്കത്തിനൊത്ത പ്രശ്നം നമുക്ക് ഉണ്ടാകണത് ഓർത്തേക്കണം. നമ്മുടെ തൂക്കത്തിനൊത്ത കഴിവിനൊത്ത പ്രശ്നമല്ല നമുക്കുണ്ട്. നമ്മുടെ കഴിവിനൊത്താണെങ്കിൽ പ്രശ്നമല്ലല്ലോ. പ്രശ്നമെങ്കിൽ യഥാർത്ഥത്തിൽ വരണത് ഇപ്പം 70 കിലോ തൂക്കമുണ്ട് തോബിയാസിന്. അവന് വിഴുങ്ങാൻ തന്നെ മത്സ്യത്തിനെന്ന് പറയുമ്പോൾ 70 കിലോനാണോ ഉള്ളത്? അല്ല, അതിന് 100-300 കിലോനുണ്ടാകും. വലിയ സാധനമാണത്. അപ്പോൾ ഇവനെ വിഴുങ്ങുമെന്നാകുമ്പോഴുണ്ട് അസറിയാസ് എന്ന് പറയുന്ന ദൂതൻ ഇവരെ കൊണ്ടുവന്ന് ദൈവം ഏൽപ്പിച്ച ഒരാളാണ്. ദൂതൻ കരക്ക് നിൽക്കുന്നുണ്ട്. ഈ മത്സ്യം വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുന്ന തോബിയാസിനെ വിഴുങ്ങാൻ വേണ്ടി ഈ ഭീമാകാരമായ മത്സ്യം വരുമ്പോൾ തോബിയാസ് പേടിച്ചിട്ട് കരക്ക് നോക്കും, ദൂതനിടയ്ക്ക് നോക്കും. ദൂതൻ പറയും അതിനൊക്കെ പിടിക്കാൻ പറയും. അതാണ് വിഷയം. അതിനെ പിടിച്ച് കരക്കിടാൻ പറയും. അപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ ഈ മനുഷ്യന്, അത്രയും നേരം ഭയം കൊണ്ടിരുന്ന മനുഷ്യന് ഇതിനെ പിടിക്കാനുള്ള ആവേശവും ആരോഗ്യവും കിട്ടും. ഒരു പ്രശ്നം ഉടമ്പടിക്കാലത്ത് ഉണ്ടാകുമ്പോൾ ഓർക്കണം, അത് തരണം ചെയ്യാനുള്ള കഴിവ് ദൈവം നിന്നിൽ വളർത്തിയിരിക്കുന്ന. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഇത്രയും നേരം അച്ഛനിലൂടെ ഈശോ പറഞ്ഞുകൊണ്ടിരുന്ന ഇതാണ്, മക്കളെ, നിങ്ങൾ ഉടമ്പടി എടുക്കാൻ ദൈവം അനുഭവിച്ചത് തന്നെ എൻ്റെ വഴക്ക് പറയണമെന്ന് നിങ്ങൾ കാര്യമായിട്ട് എടുക്കരുതേ. അത് നിങ്ങൾ
കുറച്ചുകൂടി ഭംഗിയായിട്ട് ഉടമ്പടി ചെയ്യാൻ വേണ്ടി അച്ഛൻ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അല്ലാതെ അത് നീരസമായിട്ട് എടുക്കരുത് നിങ്ങൾ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഉടമ്പടി ഒരു പെർഫെക്റ്റ് ഫോർമുലയാണ്. പക്ഷേ എൻ്റെ മക്കളത് കറക്റ്റായിട്ടാണ് അത് ചെയ്യണത്. ഞാൻ പറയുന്ന വോളിയം ഓഫ് ലവ് അത്രയും കടുത്ത ദൈവത്തിന് നമ്മളെ സംശയിക്കാൻ പറ്റാത്ത അത്രയും ദൈവത്തിന് നമ്മളെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നണം. അത്രയും ദൈവസ്നേഹത്തോടെയാണ് എൻ്റെ മക്കളെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ മത്സ്യത്തിൻ്റെ കാര്യം കണ്ട, ഇത് അപ്രതീക്ഷിതമായി വന്നതാണ്. 70 കിലോ തൂക്കമുള്ള തോബിയാസിനെ പിടിക്കാൻ 100 കിലോ തൂക്കമുള്ള മത്സ്യം വായും പൊളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ ഈ തോബിയാസ് കരക്ക് നോക്കി പേടിച്ച് നോക്കുമ്പോൾ പറയും അവനക്കരി പിടിക്കാൻ പറയും. ഉടനെ ഈ വലിയ മത്സ്യത്തെ പിടിക്കാനുള്ള ശക്തി ഈ തോബിയാസിന് കിട്ടും. അതിൻ്റെ അർത്ഥം വെച്ചാൽ ഉടമ്പടി കാലത്ത് നിനക്കൊരു പ്രശ്നം ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം ആ പ്രശ്നത്തെ തരണം ചെയ്യാനുള്ള ശക്തി കർത്താവ് നിനക്ക് തന്നുവന്ന് നിന്നെ ബോധ്യപ്പെടുത്താനാണ്. കൈയടിക്കട്ടെ. എന്നിട്ട് ഈ തോബിയാസ് മത്സ്യത്തെ പിടിച്ച് കരക്കിട്ടിട്ട് തോബിയാസ് പിന്നെ ദൂതനോട് ചോദിക്കും, വട ഐ ഷുഡ് നാവോ, ഇനി എന്താ ചെയ്യേണ്ടത്? ഉടനെ പറയും ഇതിൻ്റെ ചങ്കും കരളും പറിച്ചെടുക്കാൻ പറയും. ആ പ്രശ്നത്തിൻ്റെ ചങ്കും കരളും ഇയാൾ പറിച്ചെടുത്തിട്ട് രണ്ടുപേരും കൂടി അതിനെ ചുട്ടു തിന്നും. എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കണം നോക്കണം. എല്ലാ ഉടമ്പടി കാലങ്ങളുണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലും ദൈവം നിന്നെ വീണ്ടെടുക്കാൻ പോകുന്നതിൻ്റെ ഓരോ അടയാളങ്ങളും അതിൻ്റെ വഴികളുമാണ് വരണത്. അപ്പോൾ നിങ്ങൾ പതറുകയല്ല ചെയ്യേണ്ടത്. നിങ്ങളെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ തോബിയാസിൻ്റെ സ്വഭാവം കണ്ടില്ലേ? ഓരോ വിഷയങ്ങൾ സംഭവിക്കുമ്പോൾ അവർ ഫോൺ വിളിച്ച് നാട്ടുകാരെയും വീട്ടുകാരെയും ബന്ധുക്കളെയും പാർട്ടിക്കാരെയല്ല വിളിക്കുന്നത്, ദൂതനെയാണ് നോക്കണത്. മത്സ്യം വന്നപ്പോൾ ദൂതനെ നോക്കി, മത്സ്യത്തെ പിടിച്ച് കരക്കിട്ടപ്പോൾ ദൂതനോട് ചോദിച്ചു ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ദൂതൻ പറഞ്ഞു എൻ്റെ ചങ്കം കരളും പറിക്കണം, അത് സൂക്ഷിച്ച് വെക്കണം, അതുകൊണ്ട് നമുക്ക് പണിയുണ്ട്. അപ്പോൾ ഓരോ വിഷയത്തെക്കുറിച്ചും ആ വിഷയത്തിൽ പങ്കെടുക്കുന്ന വ്യക്തികളെക്കുറിച്ചും ഒക്കെ നാളെ കാലങ്ങളിൽ ദൈവം നിനക്ക് ഗുണം ചെയ്യും. ഒരു പക്ഷേ ഇന്ന് നിന്നെ എതിർക്കുന്ന വ്യക്തികളാകാം. ഒരിക്കലേ ഞാനേ ഈ ചവിട്ടുനാടക വിജ്ഞാനകോശം എഴുതി. അത് ഞാൻ എൻ്റെ 89 കർത്താവ് ഈ ആധ്യാത്മിക ശുശ്രൂഷ തന്നപ്പോൾ അതിന് കൂടെ തന്നതാണ് സഭയുടെ മിഷണറി കലകളെ പുനരുജ്ജീവിപ്പിക്കുക. മിഷണറി കലകളാണ് ചവിട്ടുനാടകം, പുത്തമ്പാൻ, അമ്മാനം, ദേവാസ്പള്ളി, പിച്ചപ്പാട്ട്, അണ്ണായിപ്പാട്ട്, അങ്ങനെ കുറേ ഉണ്ട്. 9 കലകളുണ്ട്. അതെല്ലാം മൺമറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ എനിക്ക് സമയം കിട്ടുമ്പോൾ ആധ്യാത്മിക ശുശ്രൂഷ കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിൻ്റെ ഗവേഷണങ്ങൾ, പഠനങ്ങൾ, അവതരണങ്ങൾ, അതുപോലെ തന്നെ കളരികൾ സ്വരൂപിക്കുക, അവരെ പഠിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. അപ്പോൾ അത് നല്ല ശരിക്കും അമ്മ ഓരോരോ കാലങ്ങളിലും ഹെൽപ്പ് ചെയ്യും. അവസാനം എനിക്ക് കേന്ദ്ര ഗവൺമെൻറ് ഞാൻ പ്രോജക്റ്റ് അയച്ചപ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്തിട്ട് കേരളത്തിൽ 2 പേർക്ക് മാത്രം കൊടുക്കുക സീനിയർ ഫെലോഷിപ്പ് തന്ന സെൻട്രൽ ഗവൺമെൻറ്. അത് അന്നത്തെ കാലത്ത് അതെനിക്ക് കിട്ടിയിരിക്കുന്നത് 2008 മറ്റെയാണ്. 2008 എനിക്ക് 3 ലക്ഷം രൂപയാണ് തന്നത് സെൻട്രൽ ഗവൺമെൻറ്. ഞാൻ ചെയ്ത വർക്ക് എന്തിനാണ്? ചവിട്ടുനാടക വിജ്ഞാനകോശം. അത് ആ വർക്ക് തീർന്ന എപ്പോഴാണ്? 5 കൊല്ലം കഴിഞ്ഞപ്പോൾ 2013 ആ വർക്ക് തീർന്ന. ആ വർക്ക് തീർന്നപ്പോൾ ഇത് പ്രസിദ്ധീകരിക്കണ്ടേ? ഇത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഇതിന് എന്തുമാത്രം ഇത് ആദ്യമേ, അതായത് നിങ്ങൾ ഒരു സ്ഥലത്ത് നിങ്ങൾ പറയുക ഞാൻ അവിടെ കൊണ്ടുപോയി വിസാക്ക് കൊടുത്തു, അപ്പോൾ ഏജൻസിക്ക് ഞാൻ 1 ലക്ഷം രൂപ കൊടുത്തു, പിന്നെ 6 മാസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഏജൻസി ഫേക്കാണെന്ന് കണ്ടു. അത് ഉടനെ ഞാൻ കാശ് തിരിച്ചു വെച്ചു, അവർ കുറച്ച് കാശ് തന്നു, പിന്നെ അവർ വിളിച്ചിട്ടെടുക്കണില്ല. നിങ്ങളുടെ കഥ ഇല്ലേ? ആ കഥ പോലെ തന്നെ ഇതുപോലെ ഓരോ സംഭവങ്ങളും നമ്മുടെ ജീവിതം നടത്തുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് ഈ മത്സ്യത്തെ കൊല്ലാനുള്ള ബലം നീ പ്രാർത്ഥിക്കാൻ വേണ്ടി സ്കീംസ് തരികയാണ്. അതെപ്പോഴും ഓർത്തേനെ, പ്രാർത്ഥിക്കാനുള്ള സ്കീംസാണിത്. എല്ലാ കാര്യവും വിജയിക്കരുത്. എല്ലാ കാര്യവും വിജയിച്ചാൽ ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കത്തില്ല. എല്ലാ കാര്യവും വിജയിച്ചാൽ നിൻ്റെ പദ്ധതി വിജയിക്കും. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി അതല്ല, നിന്നെ ബലമാക്കുകയാണ്. നിന്നെ എന്താണ് അവസാനം ഫിലിപ്പിയർ 4:13 പറഞ്ഞതാണ്, എന്നെ ശക്തനാക്കുന്നതിലൂടെ എന്ന് പറഞ്ഞ ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം കുറച്ച് കാര്യം നമ്മൾ ചെയ്യാന്നുള്ളതല്ല. ഇപ്പം നമ്മൾ പാർട്ടിയെ ആശ്രയിച്ച് കഴിഞ്ഞാൽ ആ കുറച്ച് കാര്യങ്ങൾ നടക്കും അല്ലേ? അത് കുറച്ച് 5 കൊല്ലം കഴിയുമ്പോൾ അവിടെ ഭരണം മാറുകയും ചെയ്യും. അപ്പോൾ ഈ ലോകത്തിൻ്റെ ആൾക്കാർ ഇപ്പോൾ പൊന്ന്, പണം, അതുപോലെ തന്നെ ഓരോ സംഭവങ്ങളൊക്കെ നമ്മൾ ആശ്രയം വെക്കുമ്പോൾ എല്ലാം നമുക്ക് കിട്ടത്തില്ല. അതെപ്പോഴും അതുകൊണ്ട് ബൈബിൾ എപ്പോഴും കറക്റ്റ് സ്പോട്ടിൽ നമ്മൾ നയിക്കത്തുള്ളൂ. എന്താണ് ഫിലിപ്പിയർ 4:13 എന്താ പറയണത്? എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ പറഞ്ഞു വായിച്ചോളൂ സാധിക്കും. അതായത് ദൈവത്തിൽ ആശ്രയം വെച്ചാൽ മാത്രമേ
നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഓരോ ഒരു പിന്നി മേടിക്കാൻ ഒരു കടയിൽ പോയി, അവിടെ പിണ്ണാക്കില്ല, പിണ്ണാക്ക് മേടിക്കാൻ പാലം കയറി അപ്പുറത്തെ കടയിൽ പോയി, ഇങ്ങനെ പലയിടത്തും നടക്കേണ്ടി വരും. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കയറുകയാണെങ്കിൽ എല്ലാ സാധനവും അവിടെ ഉണ്ട്. ഇതുപോലെ നമ്മളെ ശക്തീകരിക്കുക എന്ന് പറയുന്ന പോലെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുമാണ് ദൈവത്തിൽ ആശ്രയിക്കേണ്ടതെന്നാണ് അർത്ഥം. അല്ല, നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധം, ചില കാര്യങ്ങൾക്ക് ദൈവത്തിൽ ആശ്രയിക്കും, ചില കാര്യങ്ങൾക്ക് നിങ്ങളുടെ ആങ്ങളെ വിളിച്ച് പറയും, അവിടെ സംഭവം തെണ്ടും. അതാണ് പ്രശ്നം. ആങ്ങളെ കുറച്ച് ഗുണ്ടാപ്പണിയൊക്കെ ഉള്ളതാണ്, കുറച്ച് കഞ്ചാവ് ബിസിനസ്സൊക്കെ ഉള്ളതാണ്. അമ്മായിയമ്മയുടെ പോരിന് ചില അമ്മായിയമ്മമാരുടെ മേമക്കൾ വന്നിട്ടില്ലേ, എൻ്റെ ആങ്ങളൊക്കെ നിങ്ങളെ കൊട്ടേഷൻ കൊടുക്കുന്നു വന്നിട്ടില്ലേ? ഒരു ദിവസം പത്രത്തെ ഒന്നാണ്, അമ്മായിയമ്മ മരുമകൾക്ക് അടുക്കള പോര്. അപ്പോൾ ജയിക്കാൻ വേണ്ടി അമ്മായിയമ്മ ഒതുക്കാൻ വേണ്ടി പറഞ്ഞാൽ എൻ്റെ ആങ്ങള ആരാണെന്ന് അറിയാമല്ലോ, കൊട്ടേഷനാണ്. നിങ്ങളെ ഞാൻ കൊട്ടേഷൻ കൊടുക്കുന്നു പറയും. ആരും നിങ്ങളുടെ മകനെ കൊടുക്കുന്നു പറയും. ആര് അനിയനുണ്ടേ ഭർത്താവിന്, അവൾക്ക് അവൾ കൊടുക്കാൻ വേണ്ടിയല്ല, ജയിക്കാൻ വേണ്ടി പറഞ്ഞാൽ. പക്ഷേ ആധ്യാത്മിക ജയിക്കാൻ വേണ്ടി പോലും അങ്ങനെ ലോകത്തിൻ്റെ ശക്തികളെ നിങ്ങളുടെ അവലംബം വെക്കരുത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടി എടുക്കുമ്പോൾ, ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഒരു എന്തെങ്കിലും കൊണ്ടുവന്ന് ഇവിടെ കെട്ടിത്താത്തുന്ന വിഷയമല്ല, ഒരു ജീവിത രീതിയാണ്. എന്നെ ശക്തനാക്കുന്നതിലൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചെയ്യാൻ വേണ്ടി നമ്മളെ ശക്തനാക്കാൻ ദൈവം മാത്രമേ ഉള്ളൂ. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.